ഒരു സ്ത്രീ, അസാമാന്യ സൗന്ദര്യം, അഭിനയത്തിൽ അതുല്യ പ്രതിഭ, ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാൾ. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രണയം തകർന്നു, വിവാഹം ദുരന്തമായി, സ്വന്തം സമ്പാദ്യം പോലും കോടതിയിൽ പോയി തിരിച്ചു പിടിക്കേണ്ടി വന്നു. ജീവിതത്തിന്റെ അവസാന 3 വർഷം ക്യാൻസറുമായി പൊരുതി. മരണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും സ്വന്തം സ്വത്ത് പാവപ്പെട്ട കലാകാരന്മാരുടെ മക്കൾക്കായി എഴുതിവെച്ച സ്ത്രീ. അതാണ് ശ്രീവിദ്യ. ഒരു അഭിനേത്രിയുടെ കഥ മാത്രമല്ല ഇത്. കലയും പ്രണയവും വിശ്വാസവഞ്ചനയും നിയമ പോരാട്ടവും ആത്മാഭിമാനവും ഒടുവിൽ അതുല്യമായ മനുഷ്യസ്നേഹവും ചേർന്ന ഒരു ജീവിതത്തിന്റെ കഥയാണ്. ഇന്നും എൻ്റെ സൂര്യപുത്രിക്ക്, ദൈവത്തിന്റെ വികൃതികൾ, രചന, ദളപതി തുടങ്ങിയ സിനിമകൾ കാണുമ്പോൾ ശ്രീവിദ്യയുടെ കണ്ണുകളിലെ വികാരങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നു. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ എല്ലാവരും കരയിപ്പിച്ച ഈ നടി ക്യാമറയ്ക്ക് പിന്നിൽ എത്രയോ രാത്രികൾ ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ടെന്ന കാര്യം പലർക്കും അറിയില്ല. എന്തുകൊണ്ടാണ് കമൽഹാസനുമായിട്ടുള്ള പ്രണയം തകർന്നത്? എന്തുകൊണ്ടാണ് വിവാഹ ജീവിതം വെറും 4 വർഷം മാത്രം നീണ്ടത്? എന്തുകൊണ്ടാണ് ജീവിതാവസാനത്തിൽ സ്വന്തം സ്വത്ത് മുഴുവൻ മറ്റുള്ളവർക്കായി എഴുതി വെച്ചത്? ഈ വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. ഇതൊരു നടിയുടെ കഥയല്ല, ജീവിതത്തെ തോൽപ്പിക്കാൻ അനുവദിക്കാത്ത ഒരു സ്ത്രീയുടെ കഥയാണ്. 1953 ജൂലൈ 24 അന്നത്തെ മദ്രാസ് നഗരം, അവിടെയാണ് പിന്നീട് ദക്ഷിണേന്ത്യൻ സിനിമയെ വിസ്മയിപ്പിച്ച ശ്രീവിദ്യ ജനിക്കുന്നത്. അവരുടെ ജനനം സാധാരണ കുടുംബത്തിലല്ല. അമ്മ ഇന്ത്യൻ കർണാടക സംഗീത ലോകത്തെ അതുല്യ പ്രതിഭയായ ML വസന്തകുമാരി, സംഗീത പ്രേമികൾക്ക് ഇന്നും ആദരവോടെ ഓർക്കാൻ കഴിയുന്ന മഹാഗായിക. അച്ഛൻ കൃഷ്ണമൂർത്തി, തമിഴ് സിനിമയിൽ അഭിനയിച്ചിരുന്ന കലാകാരൻ. അതായത് സംഗീതവും അഭിനയവും ഒരുപോലെ ഒഴുകിയിരുന്ന കുടുംബം. വീട്ടിൽ എപ്പോഴും സംഗീത സദസ്സുകൾ, പ്രശസ്ത സംഗീതജ്ഞരുടെ വരവ്, അഭ്യാസം, കലാസംവാദങ്ങൾ, ഇതൊക്കെയാണ് കുഞ്ഞു ശ്രീവിദ്യയുടെ ബാല്യം രൂപപ്പെടുത്തിയത്. അമ്മയുടെ ആഗ്രഹം മകളും വലിയൊരു സംഗീതജ്ഞയാകണമെന്നായിരുന്നു. അതിനാൽ ചെറുപ്പം മുതൽ കർണാടക സംഗീതവും ഭരതനാട്യവും അഭ്യസിച്ചു. സംഗീതവും നൃത്തവും പിന്നീട് അഭിനയത്തിൽ അവരെ വേറിട്ടതാക്കുന്ന വലിയ ശക്തിയായി മാറി. എന്നാൽ ഈ കലാസമൃദ്ധമായ കുടുംബജീവിതം പുറത്തു നിന്ന് കാണുന്നത് പോലെ സന്തോഷകരമായിരുന്നില്ല. മാതാപിതാക്കളുടെ ബന്ധത്തിൽ പിന്നീട് വിള്ളലുകൾ ഉണ്ടായി. സാമ്പത്തികവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ ബാല്യത്തിൽ തന്നെ ശ്രീവിദ്യയെ ജീവിതത്തിന്റെ കഠിന യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിച്ചു. ഒരുപക്ഷെ അതുകൊണ്ടാവാം പിന്നീട് അവർ അവതരിപ്പിച്ച വേദന നിറഞ്ഞ കഥാപാത്രങ്ങൾ ഇത്രയധികം യാഥാർത്ഥ്യമായി തോന്നിയത്. അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. ശ്രീവിദ്യയുടെ സിനിമാ പ്രവേശനം യാദൃച്ഛികമായിരുന്നില്ല. അവരുടെ വീട്ടിൽ കല ശ്വസിക്കുന്നത് പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്യാമറയുടെ മുന്നിലെത്താൻ അവർക്ക് അവസരം ലഭിച്ചു. 1967 പുറത്തിറങ്ങിയ തമിഴ് ചിത്രം തിരുവരുൾ ചെൽവൻ എന്ന സിനിമയിൽ അഭിനയ സാമ്രാട്ട് ശിവാജി ഗണേശന്റെ മകളായിട്ടാണ് ശ്രീവിദ്യ ആദ്യമായി വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് ആരും കരുതിയിരുന്നില്ല ഈ പെൺകുട്ടി ഒരു ദിവസം ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളായി മാറുമെന്ന്. കുറച്ചു കഴിഞ്ഞ് P. സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത കുമാരസംഭവം എന്ന സിനിമയിൽ ഒരു നൃത്തരംഗത്തിൽ അഭിനയിച്ചെങ്കിലും നായികയായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് N. ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചട്ടമ്പിക്കവല എന്ന ചിത്രത്തിൽ സത്യന്റെ നായികയായിട്ടായിരുന്നു. അന്നത്തെ മലയാള സിനിമയിൽ പ്രേം നസീർ, സത്യൻ, മധു, ഷീല, ജയഭാരതി തുടങ്ങിയ താരങ്ങൾ നിറഞ്ഞു നിന്ന കാലം. അങ്ങനെ ഒരു മത്സരകാലത്ത് തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഒരു യുവതി വളരെ വേഗത്തിൽ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. അതിന് കാരണം വെറും സൗന്ദര്യം മാത്രമായിരുന്നില്ല, കണ്ണുകളിലൂടെ സംസാരിക്കുന്ന അഭിനയമായിരുന്നു. ഒരു സംഭാഷണവും പറയാതെ മുഖഭാവങ്ങൾ കൊണ്ട് കഥാപാത്രത്തിന്റെ മനസ്സിലുള്ള വേദന പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രീവിദ്യക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സംവിധായകർക്ക് അവർ പ്രിയപ്പെട്ട നടിയായി മാറി. എന്നാൽ ശ്രീവിദ്യയുടെ കരിയറിനെ യഥാർത്ഥ അർത്ഥത്തിൽ മാറ്റിമറിച്ച സിനിമ ഇനിയും വരാനുണ്ടായിരുന്നു. 1975 തമിഴ് സിനിമയിലെ ഏറ്റവും ധീരനായ സംവിധായകരിൽ ഒരാളായ K. ബാലചന്ദർ ഒരു വ്യത്യസ്ത കഥ ഒരുക്കുകയായിരുന്നു. ആ സിനിമയുടെ പേര് അപൂർവ രാഗങ്ങൾ. പ്രായവ്യത്യാസമുള്ള പ്രണയത്തെക്കുറിച്ച് സംസാരിച്ച ഈ ചിത്രം അന്നത്തെ ഇന്ത്യൻ സിനിമയിൽ വലിയ ചർച്ചയായി. ഈ ചിത്രത്തിൽ ശ്രീവിദ്യ അവതരിപ്പിച്ച കഥാപാത്രം അതീവ സങ്കീർണമായിരുന്നു. അവർക്കൊപ്പം അഭിനയിച്ചത് പിന്നീട് ഇന്ത്യൻ സിനിമയുടെ 2 ഇതിഹാസങ്ങളായി മാറിയ കമൽഹാസനും തന്റെ ആദ്യകാല വേഷങ്ങളിൽ ഒന്നിൽ രജനികാന്തും. അപൂർവ രാഗങ്ങൾ വൻ വിജയമായി. അതോടൊപ്പം ശ്രീവിദ്യയുടെ അഭിനയ ജീവിതവും മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു. ഈ സിനിമയ്ക്ക് ശേഷമാണ് തമിഴിലും മലയാളത്തിലും അവരെ തേടി മികച്ച കഥാപാത്രങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങിയത്. ഒരു സാധാരണ ഗ്ലാമർ നായികയല്ല, ഏതു തരം കഥാപാത്രവും അനായാസം അവതരിപ്പിക്കാൻ കഴിയുന്ന നടി എന്ന പേര് അവർ നേടി. 70കളുടെ അവസാനവും 80കളുടെ തുടക്കവും ശ്രീവിദ്യയുടെ സുവർണകാലമായിരുന്നു. പ്രേം നസീറിനോടൊപ്പം, മധുവിനോടൊപ്പം, സോമനൊപ്പം, ജയനൊപ്പം, സുകുമാരനൊപ്പം, കമൽഹാസനോടൊപ്പം, പിന്നീട് മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം. തലമുറകൾ മാറിയിട്ടും ശ്രീവിദ്യയുടെ സ്ഥാനം മാത്രം മാറിയില്ല. അവർ എന്നും സംവിധായകരുടെ ആദ്യ തെരഞ്ഞെടുപ്പുകളിൽ ഒരാളായിരുന്നു. പക്ഷേ ഈ വിജയങ്ങളുടെ ഇടയിൽ അവരുടെ ജീവിതത്തിൽ മറ്റൊരു കഥയും നിശബ്ദമായി വളരുന്നുണ്ടായിരുന്നു. അത് സിനിമയിലെ ഒരു പ്രണയ കഥയല്ല, യഥാർത്ഥ ജീവിതത്തിലെ പ്രണയമായിരുന്നു. ആ ബന്ധം എങ്ങനെ ആരംഭിച്ചു, എന്തുകൊണ്ടാണ് അത് വിവാഹത്തിലേക്ക് എത്താതെ തകർന്നത്? സിനിമയിൽ പ്രണയരംഗങ്ങൾ അഭിനയിക്കുക എളുപ്പമാണ്, സംവിധാനം
സംവിധായകൻ കട്ട് എന്ന് പറഞ്ഞാൽ ആ പ്രണയം അവിടെ അവസാനിക്കും. പക്ഷെ യഥാർത്ഥ ജീവിതത്തിലെ പ്രണയത്തിന് അങ്ങനെ ഒരു കട്ട് പറയാൻ കഴിയില്ല. ശ്രീവിദ്യയുടെ ജീവിതത്തിലും അത്തരമൊരു പ്രണയം കടന്നു വന്നു. ആ വ്യക്തി പിന്നീട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായി മാറി. കമൽഹാസൻ ആയിരുന്നു അത്. 1970കളുടെ തുടക്കത്തിൽ തമിഴ് സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിക്കാൻ തുടങ്ങി. പ്രായത്തിലും ചിന്തകളിലും കലാപ്രതിഭയിലും ഇരുവർക്കും നല്ലൊരു പൊരുത്തമുണ്ടായിരുന്നു. സിനിമയോടുള്ള അതിയായ അഭിനിവേശം, പുതിയ കഥാപാത്രങ്ങൾ പരീക്ഷിക്കാനുള്ള ധൈര്യം, കലാപരമായ കാഴ്ചപ്പാട്, ഇതെല്ലാം ഇരുവരെയും കൂടുതൽ അടുപ്പിച്ചു. അന്നത്തെ സിനിമാ മാസികകളിൽ ഇവരുടെ ബന്ധത്തെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ പതിവായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇരുവരും വിവാഹിതരാകുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായി. എന്നാൽ ജീവിതം സിനിമയുടെ തിരക്കഥ പോലെ മുന്നോട്ട് പോയില്ല. ഈ ബന്ധം തകരാൻ പല കാരണങ്ങളാണ് പിന്നീട് പറയപ്പെട്ടത്. കമൽഹാസന്റെ കരിയർ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുടുംബപരമായ സാഹചര്യങ്ങളും വ്യക്തിപരമായ തീരുമാനങ്ങളും ഈ ബന്ധത്തെ ബാധിച്ചുവെന്നാണ് പല ജീവചരിത്ര ഗ്രന്ഥങ്ങളും സിനിമാ ലേഖനങ്ങളും സൂചിപ്പിക്കുന്നത്. ഇരുവരും ഈ ബന്ധത്തെക്കുറിച്ച് ജീവിതകാലത്ത് വളരെ പരിമിതമായിട്ടാണ് പൊതുവേദികളിൽ സംസാരിച്ചത്. പിന്നീട് നൽകിയ ചില അഭിമുഖങ്ങളിൽ ആ ബന്ധം തന്റെ ജീവിതത്തിൽ ആഴത്തിലുള്ള മുറിവ് സൃഷ്ടിച്ചിരുന്നുവെന്ന് ശ്രീവിദ്യ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അവർ ഒരിക്കലും കമൽഹാസനെതിരെ പരസ്യമായി അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല. അതാണ് ശ്രീവിദ്യയുടെ വ്യക്തിത്വം. ബന്ധങ്ങൾ അവസാനിച്ചാലും മാന്യത നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നില്ല. പ്രണയം അവസാനിച്ചതോടെ ജീവിതം വീണ്ടും ഒറ്റപ്പെട്ടതാകുമെന്ന് കരുതിയ സമയത്താണ് മറ്റൊരാൾ അവരുടെ ജീവിതത്തിലേക്ക് എത്തുന്നത്. 1976 മധു സംവിധാനം ചെയ്ത് മധുവും ശ്രീവിദ്യയും നായികാനായകന്മാരായി അഭിനയിച്ച തീക്കനൽ എന്ന സിനിമയുടെ നിർമ്മാതാവായിരുന്ന ജോർജ് തോമസുമായി ശ്രീവിദ്യ അടുപ്പത്തിലാവുകയും വൈകാതെ 2 വർഷത്തിനുള്ളിൽ അവർ വിവാഹിതരാകുകയും ചെയ്തു. വിവാഹത്തിനായി അവർ ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന കാര്യവും അന്ന് വലിയ വാർത്തയായിരുന്നു. പുതിയ ജീവിതം, പുതിയ പ്രതീക്ഷകൾ, പുതിയ സ്വപ്നങ്ങൾ. എന്നാൽ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. വിവാഹത്തിന് ശേഷം ശ്രീവിദ്യയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നൊന്നായി ആരംഭിച്ചു. സാമ്പത്തിക കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ഇവയെല്ലാം ആ ദാമ്പത്യത്തെ തകർത്തു. വർഷങ്ങൾക്കുള്ളിൽ അവർ വിവാഹമോചിതരായി. പക്ഷേ വിവാഹമോചനം മാത്രമായിരുന്നില്ല ശ്രീവിദ്യയുടെ വെല്ലുവിളി. തന്റെ സ്വന്തം സമ്പാദ്യവും സ്വത്തുക്കളും തിരിച്ചുപിടിക്കാൻ അവർക്ക് നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. ആ പോരാട്ടം എളുപ്പമായിരുന്നില്ല. വർഷങ്ങളോളം നീണ്ടുനിന്ന നിയമ നടപടികൾക്ക് ശേഷമാണ് അവർ തന്റെ അവകാശങ്ങൾ തിരിച്ചു പിടിച്ചത്. ഈ അനുഭവങ്ങൾ ശ്രീവിദ്യയെ മാനസികമായി തളർത്തിയെങ്കിലും അവരെ തകർക്കാൻ കഴിഞ്ഞില്ല. പകരം അവർ ജീവിതത്തെ വീണ്ടും പൂജ്യത്തിൽ നിന്ന് പടുത്തുയർത്താൻ തീരുമാനിച്ചു. ചെന്നൈ വിട്ട് തിരുവനന്തപുരം സ്വന്തം ജീവിതത്തിന്റെ പുതിയ കേന്ദ്രമാക്കി. സിനിമയിലേക്ക് വീണ്ടും പൂർണ്ണ ശക്തിയോടെ മടങ്ങി വരികയായിരുന്നു അടുത്ത ലക്ഷ്യം. അതിശയകരമെന്ന് പറയട്ടെ, ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനകൾ അനുഭവിച്ച കാലത്തിന് ശേഷമാണ് ശ്രീവിദ്യ അഭിനയ രംഗത്ത് തന്റെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. അവർ ഇനി വെറും നായികയായിരുന്നില്ല. ഓരോ കഥാപാത്രത്തിനും ആത്മാവ് നൽകുന്ന ഒരു മഹാനടിയായി അവർ മാറിക്കൊണ്ടിരുന്നു. ജീവിതം അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. പ്രണയം നഷ്ടപ്പെട്ടു. വിവാഹ ജീവിതം തകർന്നു. കോടതി കയറി സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടി വന്നു. ഇത്രയും സംഭവിച്ചിട്ടും ശ്രീവിദ്യ സിനിമ വിട്ടുപോയില്ല. മറിച്ച് ഒരു നടി എന്ന നിലയിൽ അവർ കൂടുതൽ കരുത്തോടെ തിരിച്ചു വന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ അനുഭവിച്ച വേദനകളാണ് പിന്നീട് അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾക്ക് ഇത്രയധികം ആഴം നൽകിയത്. 1980കളിൽ മലയാള സിനിമ പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. വാണിജ്യ സിനിമകൾക്കൊപ്പം യഥാർത്ഥത്തോട് ചേർന്ന് നിന്ന സിനിമകളും ശക്തമായി മുന്നോട്ട് വന്നു. പത്മരാജൻ, ഭരതൻ, KG ജോർജ്, MT വാസുദേവൻ നായർ, ലോഹിതദാസ്, ഇവരെല്ലാം കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിയുന്ന അഭിനേതാക്കളെ തേടുകയായിരുന്നു. ആ പട്ടികയിൽ മുൻനിരയിലുണ്ടായിരുന്ന പേര് ശ്രീവിദ്യ. അവരുടെ അഭിനയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? കരയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അവർ ശബ്ദമുയർത്തി കരയാറില്ല. കണ്ണുകളിൽ മാത്രം വേദന നിറയും. സന്തോഷം അഭിനയിക്കുമ്പോൾ അതിര് കടന്ന ചിരി ഉണ്ടാകില്ല. ചുണ്ടിൽ വിരിയുന്ന ചെറിയൊരു പുഞ്ചിരി മാത്രം. ഈ സൂക്ഷ്മതകളാണ് ശ്രീവിദ്യയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കിയത്. 1983 പുറത്തിറങ്ങിയ രചന അവരുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി ഇന്നും വിലയിരുത്തപ്പെടുന്നു. ആ കഥാപാത്രത്തിന്റെ ഉള്ളിലെ സംഘർഷങ്ങളും നിശബ്ദമായ വേദനയും അവർ അവതരിപ്പിച്ച രീതിയും ഇന്നും അഭിനയ വിദ്യാർത്ഥികൾ പഠന വിഷയമാക്കുന്ന തരത്തിലാണ്. ഈ ചിത്രത്തിനാണ് അവർക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ മികച്ച നടിക്കുള്ള അംഗീകാരം ലഭിച്ചത്. അതേസമയം KG ജോർജിന്റെ ആദാമിന്റെ വാരിയല് എന്ന ചിത്രത്തിലും ശ്രീവിദ്യ സ്ത്രീയുടെ സ്വാതന്ത്ര്യവും സാമൂഹിക സമ്മർദ്ദങ്ങളും അതീവ സ്വാഭാവികമായി അവതരിപ്പിച്ചു. ഇന്നും മലയാള സിനിമയിലെ മികച്ച സ്ത്രീ കേന്ദ്ര സിനിമകളുടെ പട്ടികയിൽ ഈ ചിത്രം മുൻനിരയിലാണ്. വർഷങ്ങൾക്ക് ശേഷം അഭിനയിച്ച എൻ്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രം, ഈ സിനിമയിൽ ഒരു അമ്മയുടെ മനസ്സിലെ കുറ്റബോധവും മകളോടുള്ള സ്നേഹവും സമൂഹത്തോടുള്ള ഭയവും അതിസൂക്ഷ്മമായി അവർ അവതരിപ്പിച്ചു. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച അമ്മ കഥാപാത്രങ്ങളുടെ പട്ടികയിൽ ഈ കഥാപാത്രം
കഥാപാത്രം ഇന്നും സ്ഥാനം പിടിക്കുന്നത് അതുകൊണ്ടാണ്. 1992 പുറത്തിറങ്ങിയ ദൈവത്തിന്റെ വികൃതികൾ ശ്രീവിദ്യയുടെ അഭിനയ പ്രതിഭയുടെ മറ്റൊരു ഉന്നത ശിഖരമായി മാറി. ഈ ചിത്രത്തിലെ അഭിനയത്തിന് അവർക്ക് വീണ്ടും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ഇതിനിടയിൽ തമിഴ് സിനിമകളിലും അവർ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ മുന്നേറുകയായിരുന്നു. മണിരത്നം സംവിധാനം ചെയ്ത ദളപതിയിൽ രജനികാന്തിന്റെ അമ്മയായി അവർ അഭിനയിച്ച കഥാപാത്രം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന അമ്മ കഥാപാത്രങ്ങളിൽ ഒന്നാണ്. മകനെ സാഹചര്യങ്ങൾ കാരണം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരമ്മ വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകനെ തിരിച്ചറിയുന്ന നിമിഷം. ആ രംഗങ്ങളിൽ ശ്രീവിദ്യയുടെ കണ്ണുകളിൽ കണ്ട വികാരം അഭിനയത്തിന്റെ പാഠപുസ്തകമാണ്. വിശേഷത എന്തെന്നാൽ ഒരു കാലത്ത് രജനികാന്തിന്റെയും കമലഹാസന്റെയും നായികയായി അഭിനയിച്ച അതേ ശ്രീവിദ്യയാണ് പിന്നീട് അവരുടെ അമ്മയായി അഭിനയിച്ചതും. പക്ഷെ പ്രായം കൂടിയത് കൊണ്ടല്ല അവർ അമ്മ കഥാപാത്രങ്ങൾ ചെയ്തത്. ആ കഥാപാത്രങ്ങൾക്ക് ആവശ്യമായ പക്വതയും അഭിനയശേഷിയും അവർക്കുണ്ടായിരുന്നതിനാലാണ്. നായികയിൽ നിന്ന് സ്വഭാവ നടിയിലേക്കുള്ള ഈ മാറ്റം വളരെ കുറച്ച് അഭിനേതാക്കൾക്ക് മാത്രമേ ഇത്ര വിജയകരമായി നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിനിടയിലും അവർ സംഗീതത്തെ വിട്ടില്ല. ചില സിനിമകളിൽ സ്വന്തം ശബ്ദത്തിൽ ഗാനങ്ങൾ ആലപിക്കുകയും പല കഥാപാത്രങ്ങൾക്കും സ്വന്തം ശബ്ദത്തിൽ തന്നെ ഡബ് ചെയ്യുകയും ചെയ്തു. അഭിനയം, സംഗീതം, നൃത്തം 3 മേഖലകളിലും കഴിവ് തെളിയിച്ച കലാകാരിയായിരുന്നു ശ്രീവിദ്യ. എന്നാൽ ജീവിതം അവർക്കായി മറ്റൊരു വലിയ പരീക്ഷണം കൂടി കാത്തുവച്ചിരുന്നു. അഭിനയത്തിന്റെ ഉയരങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഡോക്ടർമാർ അവർക്കൊരു വാർത്ത അറിയിച്ചത്. ആ വാർത്ത അവരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ജീവിതത്തിൽ എത്രയോ കൊടുങ്കാറ്റുകൾ അതിജീവിച്ച സ്ത്രീയായിരുന്നു ശ്രീവിദ്യ. പ്രണയം നഷ്ടപ്പെട്ടു, വിവാഹം തകർന്നു, നിയമ പോരാട്ടങ്ങൾ നേരിട്ടു. എന്നിട്ടും ഓരോ തവണയും അവർ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വന്നു. പക്ഷേ 2003 അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശത്രു അതിലും ശക്തനായിരുന്നു. അത് സ്പൈനൽ കോഡിനെ ബാധിച്ച അർബുദമാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ആ വാർത്ത കേട്ട നിമിഷം ആരും തകർന്നു പോകും. പക്ഷെ ശ്രീവിദ്യ അങ്ങനെ ചെയ്തില്ല. ചികിത്സ ആരംഭിച്ചു, വേദനകൾ സഹിച്ചു. ആശുപത്രിയിലേക്കുള്ള യാത്ര ജീവിതത്തിന്റെ ഭാഗമായി. ശരീരം ഓരോ ദിവസവും ക്ഷീണിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ മനസ്സ് അത് ഇപ്പോഴും ഉറച്ചതായിരുന്നു. ചികിത്സയ്ക്കിടയിലും അവർ കഴിയുന്നത്ര സാധാരണ ജീവിതം നയിക്കാൻ ശ്രമിച്ചു. സുഹൃത്തുക്കളെ കാണും, കലാകാരന്മാരോട് സംസാരിക്കും, ചിരിക്കും. എന്നാൽ ആ ചിരിക്ക് പിന്നിൽ മരണത്തോട് പോരാടുന്ന ഒരു മനസ്സുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ശ്രീവിദ്യ മറ്റൊരു മഹത്തായ തീരുമാനമെടുത്തത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്പാദിച്ചതെല്ലാം എൻ്റെ മരണത്തോടെ അവസാനിക്കരുത്. അവർ ഒരു വിശദമായ വിൽപത്രം തയ്യാറാക്കി. സ്വന്തം സമ്പാദ്യവും സ്വത്തുക്കളും കുടുംബാംഗങ്ങൾക്കോ മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കുക മാത്രമല്ല ചെയ്തത്, പാവപ്പെട്ട കലാകാരന്മാരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും സംഗീത നൃത്തരംഗത്ത് വളരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ അത് വിനിയോഗിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. ആ ലക്ഷ്യത്തോടെയാണ് തൻ്റെ സ്വത്തുക്കൾ ഒരു ചാരിറ്റബിൾ സംവിധാനത്തിലൂടെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന നിർദ്ദേശം നൽകിയത്. അവരുടെ വിൽപത്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ KB ഗണേഷ് കുമാർ ട്രസ്റ്റിയുടെ ചുമതല വഹിക്കുകയും ചെയ്തിരുന്നു. ജീവിതം മുഴുവൻ വേദനകൾ അനുഭവിച്ച ഒരു സ്ത്രീ അവസാന നിമിഷത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ ആഗ്രഹിച്ചു. അതാണ് ശ്രീവിദ്യ. 2006 ഒക്ടോബർ 19 തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. അന്ന് രാവിലെ ദക്ഷിണേന്ത്യൻ സിനിമയ്ക്ക് ഒരു ദുഃഖവാർത്ത ലഭിച്ചു. 53-ാം വയസ്സിൽ ശ്രീവിദ്യ ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ വാർത്ത അറിഞ്ഞപ്പോൾ കേരളവും തമിഴ്നാടും ഒരുപോലെ ദുഃഖത്തിലായി. സിനിമാ ലോകം മാത്രമല്ല, ലക്ഷക്കണക്കിന് ആരാധകരും ഒരു കുടുംബാംഗത്തെ നഷ്ടപ്പെട്ടതുപോലെയാണ് ആ വാർത്ത സ്വീകരിച്ചത്. അവരുടെ ഭൗതിക ശരീരം ഇല്ലാതായെങ്കിലും അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇന്നും ജീവിക്കുന്നു. എൻ്റെ സൂര്യപുത്രിക്ക് കാണുമ്പോൾ ആ അമ്മയുടെ നിസ്സഹായത ഇന്ന് നമ്മെ സ്പർശിക്കുന്നു. ദളപതിയിലെ ആ അമ്മയുടെ കണ്ണുനീരിന് ഇന്നും അതേ ശക്തിയുണ്ട്. രചനയും ദൈവത്തിന്റെ വികൃതികളും കാണുമ്പോൾ അഭിനയം എന്നത് സംഭാഷണം പറയൽ മാത്രമല്ലെന്ന് ശ്രീവിദ്യ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? കഥാപാത്രമായി പെട്ടെന്ന് താതാത്മ്യം പ്രാപിക്കാൻ കഴിവുള്ള അസാധ്യ കലാകാരി. അതുകൊണ്ടാണ് ഇപ്പോഴും പുതിയ തലമുറ പോലും ശ്രീവിദ്യയെ തേടിപ്പോകുന്നത്. മലയാള സിനിമയുടെയും തമിഴ് സിനിമയുടെയും ചരിത്രം എഴുതുമ്പോൾ ശ്രീവിദ്യ എന്ന അധ്യായം ഒഴിവാക്കാൻ കഴിയില്ല. അവർ വെറും ഒരു നായികയല്ല, വെറും ഒരു അമ്മ കഥാപാത്രവുമല്ല, ഒരു തലമുറയുടെ വികാരങ്ങൾക്ക് മുഖം നൽകിയ മഹാനടിയാണ്. ശ്രീവിദ്യ ഇന്നും ജീവിക്കുന്നു. അവരുടെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും, ഓരോ പുഞ്ചിരിയിലൂടെയും, ഓരോ കണ്ണുനീരിലൂടെയും, ഓരോ പ്രേക്ഷകന്റെയും ഓർമ്മകളിലൂടെയും നിങ്ങൾക്ക് ശ്രീവിദ്യയുടെ ഏത് കഥാപാത്രമാണ് ഏറ്റവും പ്രിയപ്പെട്ടത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിഹാസ താരങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ തുടർന്ന് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.